ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഹൃദ്രോഗം എന്നുള്ളത്. എങ്ങനെ നമുക്ക് ഹൃദ്രോഗത്തെ പ്രിവെന്റ് ചെയ്യാം, അത് തടയാം, അല്ലെങ്കിൽ നമുക്ക് വരാതെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ഹൃദ്രോഗം വരുന്നത്. അതിൻ്റെ കൂടെ വേറെ നമുക്കറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് നമുക്ക് ഹെറിഡിറ്ററി ആയി വരുന്ന അവസ്ഥ. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പനപ്പൂപ്പന്മാരായി തരുന്ന കൂട്ടത്തിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും വരാനുള്ള ഒരു സാധ്യത, അതിനെയാണ് ഹെറിഡിറ്ററി ടെൻഡൻസി എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയുമുണ്ട്. അത് കൂടാതെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ, അതായത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഏതൊക്കെയാണ്? കൊളസ്ട്രോൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കൊളസ്ട്രോൾ, ഡയബറ്റീസ്, അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ. ഇതിലുള്ള വേരിയേഷൻ കൊണ്ടും നമുക്ക് ഹൃദ്രോഗം കാണിക്കാം. ഹൃദ്രോഗം തന്നെ പലതരത്തിലുണ്ട്. ചിലപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വാൾവുലാർ കണ്ടീഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറീസിസ്, അങ്ങനെ പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. എന്തായാലും പ്രധാന 3 കാരണങ്ങൾ ഈ കൊളസ്ട്രോളും പ്രഷറും അതേപോലെ തന്നെ ഡയബറ്റീസും ആണ്. ഇനി കൊളസ്ട്രോൾ ആണെങ്കിൽ നമ്മുടെ ആർട്ടറീസിൽ ഒരു പരിധി വരെ അത് പ്ലേക്ക് ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നു. നമ്മുടെ ആർട്ടറീസിൽ ഒരു ചെറിയ തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ബ്ലോക്ക് കാരണം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. അതുവഴി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഷുഗറിലും ഇതേപോലെ തന്നെ, അതായത് ഡയബറ്റീസിലും ഇതൊക്കെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ് തിക്കൻ ആകുന്നു, അതിനോട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ 3 കാര്യത്തിലും നമുക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ട്, ഹാർട്ടിനെയാണ് ഇത് കൂടുതലായി എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ മീതെ നമുക്ക് ഹെറിഡിറ്ററി ടെൻഡൻസിയും കാണും. അപ്പൊ പ്രധാനമായും നമുക്ക് ജീവിതത്തിലെ ഈ ശൈലി, നമ്മളിപ്പം മാറ്റം വന്ന, നമ്മൾ ഒരുപാട് മധുരം കഴിക്കുന്നുണ്ട്, അതേപോലെ ഉപ്പ് കഴിക്കുന്നുണ്ട്, അതേപോലെ എണ്ണ, റെഡ് മീറ്റ്, ഇത് ഒക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ, പിന്നെ അത് ഒരു ഭാഗം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെറിഡിറ്ററി ടെൻഡൻസിയും കാണും. അതുകൊണ്ടായിരിക്കാം നമ്മളൊരു ഹൃദ്രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായും നമ്മുടെ ഡയറ്റിൽ ഒരു മാറ്റം വരുത്തുക. ഡയറ്റിൽ എങ്ങനെ നമുക്ക് മാറ്റം വരുത്താം? ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് ആണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. അത് നമുക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. പൂർണ്ണമായി അല്ലെങ്കിലും നമുക്ക് ഒരു പരിധി വരെ അത് ശ്രമിച്ചു നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ കരുതേണ്ടത്, നമുക്ക് എന്തെടുക്കാം? വെജിറ്റബിൾസും അതേപോലെ ഫ്രൂട്ട്സും. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻസും മിനറൽസും, ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും അടങ്ങിയിരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ വരച്ചാൽ, ഒരു ത്രികോണം വരച്ചാൽ അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ എടുക്കേണ്ടതാണ് ആദ്യത്തെ ലെയർ. അതിലാണ് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വരുന്നത്. അതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഷുഗർ ഉള്ള ആളുകൾ ഏറ്റവും മധുരം കൂടിയ പഴങ്ങൾ, ഇപ്പം മധുരമുള്ള മാങ്ങ, മധുരമുള്ള ചക്ക, അതൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. ബാക്കി എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാം. ഇനി രണ്ടാമത്തെ ഇതിൽ നമുക്ക് വേണ്ടത് പ്രോട്ടീൻ ആണ്. അതായത് മീൻ, ഇറച്ചി, അതേപോലെ തന്നെ പ്രോട്ടീൻ കിട്ടുന്ന മുട്ട, പയർവർഗ്ഗങ്ങൾ, പനീർ, ഇതെല്ലാം തന്നെ നമുക്ക് പ്രോട്ടീൻ തരുന്നതാണ്. അതിൽ തന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. എന്നാലും ആ പ്രോട്ടീൻ അടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാമത് നമ്മൾ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെയാണ് കാർബോഹൈഡ്രേറ്റ്. അതിലാണ് നമ്മൾ ഏറ്റവും അധികം കഴിക്കുന്ന റൈസ് എല്ലാം വരുന്നത്. റൈസ്, ചോറ്, വീറ്റ്, ഗോതമ്പാണെങ്കിലും ഈവൻ മില്ലറ്റ് ആണെങ്കിലും എല്ലാത്തിലും കൂടുതലായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. മില്ലറ്റിൽ ആകെ ഒരു വ്യത്യാസം, മില്ലറ്റ് ഇപ്പം എല്ലാവരും കഴിക്കുന്നതാണ്. അതിൽ വ്യത്യാസം കാർബോഹൈഡ്രേറ്റും ഫൈബറും ഉണ്ട് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ എങ്കിലും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഏറ്റവും കൂടുതൽ നമ്മളൊരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ നമുക്ക് ഇറച്ചിയോ മീനോ മുട്ടയോ, അത് ആവശ്യം പോലെ, വെജ് ആണെങ്കിൽ വെജ്, പനീർ, അങ്ങനത്തെ പയർവർഗ്ഗങ്ങൾ, അതെല്ലാം എടുത്തിട്ട് അവസാനം കുറച്ച് ചോറ്. അത് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് പൂർണ്ണമായും വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒത്തിരി കൂടുതലാണ്, അല്ലെങ്കിൽ ഷുഗർ ഒത്തിരി കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് ചോറ് എന്ന് പറയുന്നത് കട്ട് ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. പിന്നെ ഏറ്റവും ഒട്ടും കഴിക്കേണ്ടാത്തവയാണ് പ്രോസസ്ഡ് ഷുഗർ, അതായത് വൈറ്റ് ഷുഗർ. വൈറ്റ് ഷുഗർ ഒട്ടും തന്നെ എടുക്കാൻ പാടില്ല. ട്രാൻസ് ഫാറ്റ് അടങ്ങിയ പ്രോസസ്ഡ് ഫുഡ്സ്, നമുക്കറിയാം ബേക്കറി പലഹാരങ്ങൾ, പിസ്സ, ബർഗർ, ഇതെല്ലാം പ്രോസസ്ഡ് ഫുഡാണ്. അതെല്ലാം പൂർണ്ണമായിട്ടും തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക.
ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് എന്താണ്? എക്സർസൈസ് ആണ്. എക്സർസൈസ് ചെയ്യേണ്ടത് ഒരു 30 മിനിറ്റ് നടക്കുക. അതാണ് ഏറ്റവും എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 30 മിനിറ്റ് നടക്കുക. പിന്നെ എല്ലാ മസിൽസിനും ആക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ നമുക്ക് ചെയ്യാം. അത് നല്ലതാണ്. പക്ഷെ ഒരു ട്രെയിനറിന്റെ സഹായത്തോടെ മാത്രം ചെയ്യുക. 30 വയസ്സുള്ള ഒരാളും 60 വയസ്സുള്ള ആളും ചെയ്യേണ്ടത് ഡിഫറെന്റ് ആണ്. ആവശ്യമുള്ളത് അവരുടെ ശക്തിക്കനുസരിച്ചും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ട്രെയിനറിന്റെ സഹായം കൂടിയേ തീരും. പിന്നെ വേണ്ടത് ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ എക്സസൈസും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വിധത്തിലുള്ള മോശമായിട്ടുള്ള ഹോർമോൺസ് കുറയുകയും നമുക്കൊരു ഹാപ്പിനെസ്സും നമുക്കൊരു ഊർജം ഫീൽ ചെയ്യുന്ന നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് സ്ട്രെസ് ഫാക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഇരുന്ന് എടുക്കുന്ന ഒരാളാണ്, അനക്കമൊന്നും കിട്ടുന്നില്ല, അതിന്റെ കൂടെ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. കാരണം കോമ്പറ്റീഷനുള്ള ഒരു വേൾഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ഓരോ ജോലിക്കും ഓരോ രീതിയിലുള്ള ഒരു സ്ട്രെസ് ഉണ്ട്. അപ്പൊ ഈ സ്ട്രെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് വിഷമം വരുന്നു, ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങൾ വരാം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് എങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഒരു വട്ടം നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം നമ്മുടെ മൈൻഡിൽ മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ളത്. പിന്നെ എല്ലാവരും പറയുന്നതാണ് ഉറക്കമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ അസുഖങ്ങൾ കൂടുന്നതെന്ന്. ഉറക്കമില്ലാതിരിക്കുന്നതിന് പ്രധാന കാരണം നമുക്ക് നല്ല രീതിയിലുള്ള മെന്റൽ ടെൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ബ്രീത്തിങ് ടെക്നിക്സും യോഗയും മെഡിറ്റേഷനും ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആവുന്നതിനോട് കൂടെ നമുക്ക് ഫിസിക്കലി ക്ഷീണം ഫീൽ ചെയ്യും. പക്ഷെ മെന്റലി നമ്മൾ ആക്റ്റീവ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഉറക്കമില്ലായ്മയാണ് ഉണ്ടാകുന്നത്. മെന്റലി നമുക്ക് റെസ്റ്റ് കൊടുക്കാനാണ് പറയുന്നത്. നല്ലപോലെ എക്സസൈസ് ചെയ്യുക, അതുകൂടെ യോഗയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രാത്രിയിൽ പൂർണ്ണമായും 7 to 9 hours വരെ ഉറങ്ങിയാലും കുഴപ്പമില്ല. 7 മുതൽ 9 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ വേണ്ടി നല്ലപോലെ റെസ്റ്റ് കൊടുക്കുക. അതുവഴി തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരുവിധം എല്ലാ ഹെൽത്ത് പ്രോബ്ലംസും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിന്റെ കൂടെ നല്ലപോലെ വെള്ളം കുടിക്കുക. ഹൈഡ്രേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വെയിറ്റിനനുസരിച്ച് ഒരു 20 കിലോ 25 കിലോ വരെയുള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം അങ്ങനെ കണക്കാക്കി നമ്മുടെ വെയിറ്റ് എത്രയാണോ ആ ഒരു വെയിറ്റിന് അനുസരിച്ചുള്ള വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിൽ അത്രയും വെള്ളം ഒരു 3 ലിറ്റർ വരെ ഈസി ആയിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതിന്റെ കൂടെ ബോഡി മാസ് ഇൻഡെക്സ് ഒരു റഫ്ലി പറയുകയാണെങ്കിൽ അത് കറക്റ്റ് അല്ല, വളരെ കറക്റ്റ് ആയിട്ടല്ല. നമ്മുടെ ഹൈറ്റ് സെന്റിമീറ്ററിൽ അളന്ന് നോക്കുക. അതിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ കിട്ടുന്ന ഒരു വെയിറ്റ്, അതൊരു നമുക്ക് ബേസിക് വെയിറ്റ് ആണ്. ആ ഒരു വെയിറ്റിൽ നമ്മൾ നിൽക്കാൻ ശ്രദ്ധിക്കുക. അതിൽ കൂടുന്നത് നല്ലതല്ല എന്ന് കരുതി എല്ലാ മെലിഞ്ഞവരും ആരോഗ്യവാന്മാരാണെന്നും പറയാൻ പറ്റില്ല. മെലിഞ്ഞ ആളുകളിലും നല്ലപോലെ കൊളസ്ട്രോൾ ഉള്ളവരും ഷുഗർ ഉള്ളവരും എല്ലാം വരുന്നുണ്ട്. പക്ഷെ ജനറലി ഈ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇനി ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള മെഡിക്കേഷൻസ് മാത്രം കഴിക്കുക. അത് പ്രധാനമാണ്. നമുക്കിപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും അതിൻ്റെ മരുന്നുകൾ മാത്രം, അല്ലെങ്കിൽ അടുത്ത കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൃദ്രോഗത്തിന് വേണ്ടി ഒരു പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പൊതുവെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക, മൂവ് ചെയ്യുക, എപ്പോഴും മൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ എന്താവും, നമ്മൾ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ലതാണ്. മരുന്ന് പോലെ, അതായത് നമ്മൾ എങ്ങനെയാണ് മരുന്ന് എടുക്കുന്നത്? 3 നേരം 2 വീതം, അങ്ങനെ ഒരു കണക്ക് വെച്ച് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ ഭക്ഷണം എടുത്താൽ നമുക്ക് നല്ലതുപോലെ ആരോഗ്യവാന്മാരായി ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭക്ഷണം പോലെ നമ്മൾ പിന്നീട് മരുന്ന് കഴിക്കേണ്ടി വരും. ഓരോ ആളുകളും 8ഉം 10ഉം 12ഉം മരുന്നുകൾ വരെയാണ് ഓരോ നേരവും കഴിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, കുറച്ച് മാറ്റമെങ്കിലും, ഒരുപാട് മാറ്റം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അതിൽ ഒരു മാറ്റമെങ്കിലും നമ്മുടെ ലൈഫിൽ പെർമനന്റ് ആയിട്ട്, അതായത് ഞാനിപ്പോൾ പ്രോസസ്ഡ് ഷുഗർ, അതായത് വൈറ്റ് ഷുഗർ പൂർണ്ണമായും എൻ്റെ ലൈഫിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് പറയുന്നു. അത് പെർമനന്റ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സർസൈസ് ഞാൻ 30 മിനിറ്റ് എന്തായാലും ചെയ്യും എന്നൊരു തീരുമാനമെടുക്കുക. അത് പെർമനന്റ് ആക്കാൻ നോക്കുക. ചെറിയ തീരുമാനങ്ങളാണെങ്കിലും അത് പെർമനന്റ് ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ
ചെയ്യാതെ വലിയ തീരുമാനങ്ങൾ, എന്നാൽ ടെമ്പററി ആയിട്ട് കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ മടുത്തു, ക്ഷീണിച്ചു, ഇനി എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് നിർത്തുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് അത് പെർമനന്റ് ആയിട്ട് കുറച്ച് കാലമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റാൻ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുക, അതിനോട് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പെർസീവറൻസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ശ്രമം ആണ് ഇതിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്ത് വരേണ്ടത്. ഇനി ഉള്ളത്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മാറ്റം? ഒരുപാട് മാറ്റങ്ങൾ ആലോചിക്കും. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഏത് മാറ്റമാണോ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അത് ഷുഗർ മാറ്റുന്നു, അല്ലെങ്കിൽ ഞാൻ എക്സർസൈസ് ചെയ്യുന്നു, ഏതാണെങ്കിലും അത് കമന്റ് ചെയ്യുക. എനിക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ അപ്പ് തരാൻ പറ്റും, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്സുകൾ, അത് ഹെൽത്ത് ടിപ്സ് അല്ല, ഹെൽത്തിനെ പറ്റിയുള്ള നോളജുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരു ജ്ഞാനമാണ് ഞാൻ ചെയ്തു തരുന്നത്. അത് ഞാൻ എല്ലാ ആഴ്ചയിലുമാണ് ഓരോരോ കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഇനിയൊരു ദിവസം കാണാം. താങ്ക് യു.